Module 3 Internal Control. Internal control is the whole system of control established by the management for the proper conduct of the various activities of the business. അതായത് ഒരു ബിസിനസ്സിൽ വെക്കുന്ന വോൾ സിസ്റ്റം ഓഫ് കൺട്രോളിനെയാണ് മൊത്തം ആ ബിസിനസ് കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റം മൊത്തത്തിലാണുള്ള പേരാണ് ഇൻറ്റേർണൽ കൺട്രോൾ. അതിൽ ഇൻറ്റേർണൽ ചെക്ക് വരാം, ഇൻറ്റേർണൽ ഓഡിറ്റ് വരാം, വേറെ എന്തെങ്കിലും കൺട്രോൾ സിസ്റ്റം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വരാം. ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നോക്കാം. ഈ ഇൻറ്റേർണൽ കൺട്രോൾ നടത്തുന്ന ആവശ്യകത: ടു സേഫ് ഗാർഡ് ദ അസറ്റ്സ് ഓഫ് ദ ഫേമിൻ്റെ അസറ്റ്സ് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റേർണൽ കൺട്രോൾ വെക്കുന്നത്. ടു എൻഷുർ ദ റിലയബിലിറ്റി ആൻഡ് അക്യുറസി ഓഫ് അക്കൗണ്ടിങ് ഡാറ്റ, അക്കൗണ്ടിങ് ഡാറ്റൻ്റെ റിലയബിലിറ്റിയും വിശ്വസനീയമാണോ അക്യുറേറ്റ് ആണോ എന്നൊക്കെ നോക്കാൻ. ടു പ്രൊമോട്ട് ഓപ്പറേഷണൽ എഫിഷ്യൻസി ഉണ്ടോ, നന്നായിട്ട് എഫിഷ്യൻ്റ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്. ടു എൻകറേജ് എദർ ടു പ്രിസ്ക്രൈബ്ഡ് മാനേജീരിയൽ പോളിസീസൊക്കെ ഫോളോ ചെയ്തിട്ടാണോ, അതിൽ എദർ ചെയ്ത് നിൽക്കുന്നുണ്ടോ നമ്മളെ സിസ്റ്റം എന്ന് ഉറപ്പ് വരുത്താൻ. ടു എൻഷുർ പ്രോപ്പർ ഓതറൈസേഷൻ ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവില്ല ഉള്ളിൽ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസാക്ഷനൊക്കെ പ്രോപ്പറായിട്ടാണോ നടത്തുന്നതെന്ന് ഉറപ്പ് വരുത്താൻ. ടു പ്രിവെൻറ്റ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് പ്രിവെൻറ്റ് ചെയ്യാൻ. ടു എൻഷുർ സ്റ്റാറ്റുറ്ററി റിക്വയർമെൻറ്റ്സ്. ഇനി ഏരിയാസ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. ബിസിനസ്സിൽ എവിടെയൊക്കെയാണ് ഇൻറ്റേർണൽ കൺട്രോൾ ആവശ്യം? മെയിനായിട്ട് അക്കൗണ്ടിങ് കൺട്രോളും അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളും ആണുള്ളത്. അക്കൗണ്ടിങ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ടിങ് റെക്കോർഡ്സൊക്കെ ഗാപ്പിൻ്റെ, അതായത് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പ്രകാരം തന്നെയാണോ കണ്ടക്ട് ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തുക. അതാണ് അക്കൗണ്ടിങ് കൺട്രോൾ. അക്കൗണ്ട്സൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് അതിൻ്റെ ബേസിസിലാണോ എന്ന്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ഓഫ് ദ ഓർഗനൈസേഷനിൽ നടത്തുന്ന ഡിസിഷൻ മേക്കിംഗ് ഒക്കെ എങ്ങനെ അതിനനുസരിച്ചാണോ ഇവിടെ മുന്നോട്ട് പോകുന്നതെന്ന് ഉറപ്പ് വരുത്താനാണ് ഇൻറ്റേർണൽ കൺട്രോൾ. ഫീച്ചേഴ്സ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. പാർട്ട് ഓഫ് ഓവറോൾ മാനേജ്മെൻറ്റ്. ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഓവറോൾ മാനേജ്മെൻറ്റ് ഭാഗം തന്നെയാണ്. ഇൻക്ലൂഡ്സ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ആസ്പെക്ട്. ഇൻറ്റേർണൽ കൺട്രോളിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളും ഉണ്ടാവാം, നോൺ ഫിനാൻഷ്യൽ കാര്യങ്ങളും ഉണ്ടാവാം. ഇൻറ്റേർണൽ ചെക്ക് ആൻഡ് ഇൻറ്റേർണൽ ഓഡിറ്റ് ആർ ടു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ കാര്യമായിട്ടുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഏതൊക്കെയാണ്? ഇൻറ്റേർണൽ ചെക്കും ഇൻറ്റേർണൽ ഓഡിറ്റും. രണ്ടും എന്താണെന്ന് വഴിയെ പറയും. ഇറ്റ് റെഡ്യൂസസ് ദ ചാൻസ് ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കുറക്കും. ഹെൽപ്സ് ഇൻ സ്റ്റാറ്റുറ്ററി ഓഡിറ്റിങ്ങിനെ സഹായിക്കും. ഈ സ്കോപ്പ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ സ്കോപ്പ്, സാധ്യതകൾ. ഇൻറ്റേർണൽ കൺട്രോൾ ഉണ്ടായതുകൊണ്ടുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? കൺട്രോൾ ഓൺ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ്. കമ്പനീൻ്റെ മൊത്തം ബിസിനസ്സിൻ്റെ മൊത്തം ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ അക്കൗണ്ടിങ് സിസ്റ്റത്തിനൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൽ ഫ്രോഡ്സും ഒന്നും ഇല്ലാണ്ട് നോക്കാൻ പറ്റും. കൺട്രോൾ ഓൺ ട്രേഡിംഗ്. കമ്പനീൻ്റെ പർച്ചേസ് ആൻഡ് സെയിൽസ് ഓഫ് ഗുഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതൊക്കെ വൃത്തിയിലാണോ നന്നായിട്ടാണോ പോകുന്നത്, നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിനനുസരിച്ചിട്ടാണോ എന്തെങ്കിലും ഫ്രോഡ് നടക്കുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. കൺട്രോൾ ഓൺ ക്യാഷ് റിസീപ്റ്റ്സ്, പേയ്മെൻറ്റ്സ്, ബാലൻസ് ഒക്കെ ഉണ്ടാവും ഒരു കമ്പനി ആകുമ്പോൾ, അതിൻ്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺട്രോൾ ഓൺ റെമ്യൂണറേഷൻ. ലേബേഴ്സിനും അതായത് എല്ലാ എംപ്ലോയീസിനും കൊടുക്കുന്ന റെമ്യൂണറേഷൻ കാര്യങ്ങൾ, സാലറി, വേജസ്, അതിൻ്റെ പേറോൾ, അറ്റൻഡൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺട്രോൾ ഓൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് ഫിക്സഡ് അസറ്റ്സ് ഒക്കെ വാങ്ങുന്ന കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺട്രോൾ ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ്. എൻഷുവേഴ്സ് സേഫ്റ്റി, ലിക്വിഡിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും ബിസിനസ് നടത്തുകയാണെങ്കിൽ അതിൻ്റെ സേഫ്റ്റി, ലിക്വിഡിറ്റി, പ്രോഫിറ്റബിലിറ്റി ഒക്കെ ഉറപ്പ് വരുത്താൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന മൊത്തത്തിലുള്ള പേരാണ് ഇൻറ്റേർണൽ കൺട്രോൾ. അപ്പോൾ ഇതൊക്കെ ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ സ്കോപ്പായിട്ട് വരും.
ഇനി ടൈപ്സ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ എന്തൊക്കെ ടൈപ്സ് ഉണ്ട്? ഒന്ന് ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു കൺട്രോൾ ഓഫ് ക്യാഷ് ഫ്ലോസിൻ്റെ കൺട്രോൾ. ടെക്നിക്സ് യൂസ്ഡ് ആർ ബഡ്ജറ്റിംഗ്, കോസ്റ്റ് കൺട്രോൾ ടെക്നിക്സ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, വേരിയൻസ് അനാലിസിസ് എക്സെട്ര. ഇനി അക്കൗണ്ടിംഗ് സിസ്റ്റം covers the whole process of accounting from recording to financial statement. അക്കൗണ്ടിങ് സിസ്റ്റം ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഭാഗമാണ്. അതായത് ഓരോ കാര്യങ്ങൾ എഴുതി വെക്കുന്നത് മുതൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും. ഇനി ഓർഗനൈസേഷണൽ പ്ലാൻ ഇൻക്ലൂഡ്സ് ഡിവിഷൻ ഓഫ് വർക്ക് ആൻഡ് അസൈൻമെൻറ്റ് ഓഫ് അതോറിറ്റി റെസ്പോൺസിബിലിറ്റി an inbuilt system which facilitate the cross checking of work of all employees. അതായത് ബിസിനസ്സിൻ്റെ ഓർഗനൈസേഷണൽ കാര്യങ്ങൾ, അതായത് വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, ഓരോരുത്തർക്ക് റെസ്പോൺസിബിലിറ്റി കൊടുക്കുക, ഇങ്ങനത്തെ വർക്കേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ക്രോസ് ചെക്ക് ചെയ്യുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർഗനൈസേഷണൽ പ്ലാനിൽ വരും. ഫിസിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കൺട്രോൾ ഓഫ് അസറ്റ്, ക്യാഷ്, സ്റ്റോക്ക്. കമ്പനീൻ്റെ ക്യാഷും കമ്പനീൻ്റെ അസറ്റും സ്റ്റോക്കും ഒക്കെ കൺട്രോൾ ചെയ്യാം. അഡ്വാൻറ്റേജസ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ കൊണ്ട് അഡ്വാൻറ്റേജസ്: എഫിഷ്യൻറ്റ് കണ്ടക്ട് ഓഫ് ബിസിനസ് നല്ല എഫിഷ്യൻ്റായിട്ട് നടത്താൻ പറ്റും. അക്കൗണ്ട്സിൻ്റെ റിലയബിലിറ്റി ഒക്കെ ഉറപ്പുവരുത്താം. ഫ്രോഡ്സ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാം, കണ്ടെത്താം. അസറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. കംപ്ലയൻസ് വിത്ത് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ്. ഇൻ്ററിം റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വർഷത്തിൽ ഉള്ള ആനുവൽ റിപ്പോർട്ടല്ല, ഇടയിലുണ്ടാക്കുന്ന റിപ്പോർട്ട്. അതും ഇൻറ്റേർണൽ കൺട്രോൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. റെഡ്യൂസസ് ഓഡിറ്റേഴ്സ് വർക്ക്, ഓഡിറ്ററിൻ്റെ വർക്ക് കുറക്കും. ഇനി ഫ്ലോ ചാർട്ട്, എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഓഫ് ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എങ്ങനെയൊക്കെയാണെന്ന് ഒരു ഗ്രാഫിക്കലി വരച്ചിട്ട് ഉള്ള ഫ്ലോ ചാർട്ട് രൂപത്തിലുള്ളതിനെയാണ് ഫ്ലോ ചാർട്ട് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഓഡിറ്ററിന് ഒരു ഐഡിയ കിട്ടും ഈ ബിസിനസ്സിലെ അല്ലെങ്കിൽ ഈ കമ്പനിയിലെ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റംസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് എന്നത്. ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഓഡിറ്റർ വന്ന് ചെക്ക് ചെയ്യുന്നതല്ലാതെ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് കൺട്രോൾ ബൈ വിച്ച് അക്കൗണ്ടിങ് വർക്ക് ഓഫ് വൺ എംപ്ലോയി ഈസ് ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ് ബൈ അനദർ എംപ്ലോയി. നമ്മൾ ബാങ്കിലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ പൈസ പിൻവലിക്കണമെങ്കിൽ ഒറ്റൊരു ആളടുത്തല്ല പോയിട്ട് പൈസ പിൻവലിക്കുക. അത് ഒരു സ്റ്റാഫിൻ്റെ അടുത്തുനിന്ന് പേപ്പർ വാങ്ങി ഫില്ല് ചെയ്ത് മറ്റൊരു സ്റ്റാഫിന് അത് സീൽ ചെയ്യാൻ വേറെ ഒരാൾ, അങ്ങനെ ഓട്ടോ ചെക്ക് വരുന്നുണ്ട്. ഒരാൾ മാത്രം വിചാരിച്ചാൽ ഒരു ഫ്രോഡ് നടത്താൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിനാണ് ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുക. അതായത് ഒരു എംപ്ലോയീൻ്റെ ഒരു വർക്ക് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഹാഫ് വർക്ക് ഒരു എംപ്ലോയി ആയിരിക്കും, ബാക്കി ഹാഫ് മറ്റൊരു എംപ്ലോയി ആയിരിക്കും. അപ്പോൾ ഓട്ടോ ചെക്ക് വരും. അപ്പോൾ ഒറ്റൊരു എംപ്ലോയി വിചാരിച്ചാൽ ഫ്രോഡ് നടത്താൻ പറ്റാത്ത ഒരു സിസ്റ്റം, ഒരു ഓട്ടോ ഓഡിറ്റിംഗ് സിസ്റ്റമാണിത്. അപ്പോൾ ഈ ഇൻറ്റേർണൽ ചെക്കിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ നോ വൺ എംപ്ലോയി ഈസ് പെർമിറ്റഡ് ടു ഡു എ സിംഗിൾ ടാസ്ക് ഫ്രം ബിഗിനിങ് ടു എൻഡ്. ഒരു സിംഗിൾ ടാസ്ക് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഒറ്റൊരാളല്ല ചെയ്യുന്നത്, പല കൈകളിലൂടെയാണ് അത് ചെയ്തു പോകുന്നത്. The work will be allocated to different staff in such a way that the work of one person comes under the scrutiny of another person. കണ്ട് ഒരാളെ വർക്കിൻ്റെ വൃത്തി മറ്റൊരാളെ ഓട്ടോമാറ്റിക്കായിട്ട് ചെക്ക് ചെയ്യുന്ന രൂപത്തിലാണ് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ഉണ്ടാക്കി വെക്കുന്നത്. ദ വർക്ക് ഓഫ് ഈ സ്റ്റാഫ് മെമ്പർ ഈസ് കോംപ്ലിമെൻ്ററി ടു ദ വർക്ക് ഓഫ് അതർ. കണ്ട് ഒരാളെ വർക്കിൻ്റെ ബാക്കിയാണ് അടുത്ത ആൾക്ക് ചെയ്യാനുണ്ടാവുക. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോപ്പർ ഡിവിഷൻ ഓഫ് വർക്ക് എമംഗ് ദ സ്റ്റാഫിൻ്റെ ഇടയിൽ പ്രോപ്പറായിട്ട് വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഗ്രേറ്റർ എഫിഷ്യൻസി ഓഫ് വർക്ക്, ഒറ്റൊരു പണി മുഴുവൻ ഒരാളെടുക്കാതെ ചെറിയൊരു പണിയാണ് ഒരു സ്റ്റാഫ് എടുക്കുന്നത്, അതുകൊണ്ട് വർക്കിൻ്റെ എഫിഷ്യൻസി കൂടും. മിനിമൈസേഷൻ അല്ലെങ്കിൽ പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്. എറേഴ്സും ഫ്രോഡ്സും ഒക്കെ മാക്സിമം കുറക്കും, അതായത് മിനിമൽ ആക്കും അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യും. എൻഷുറിങ് ദ റിലയബിലിറ്റി ഓഫ് അക്കൗണ്ട്സിൻ്റെ റിലയബിലിറ്റി, വിശ്വസനീയത ഉറപ്പ് വരുത്തും.
ഏർലി പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്, അതുകൊണ്ട് ഫൈനൽ അക്കൗണ്ട്സ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. സിംപ്ലിഫിക്കേഷൻ ഓഫ് ഓഡിറ്റേഴ്സ് വർക്ക്, ഓഡിറ്ററിൻ്റെ വർക്ക് സിമ്പിളാക്കാൻ പറ്റും. ഇനി ഇൻറ്റേർണൽ കൺട്രോളും ഇൻറ്റേർണൽ ചെക്കും തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾ എന്താണ്, ഇൻറ്റേർണൽ ചെക്ക് എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ മൊത്തം കൺട്രോൾ ചെയ്യാനുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് അതിനെ മൊത്തത്തിൽ പറയുന്നതാണ് ഇൻറ്റേർണൽ കൺട്രോൾ എന്നും. ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗമാണ്. അതായത് ഒരു എംപ്ലോയിക്ക് മുഴുവനായിട്ട് ഒരു വർക്ക് കൊടുക്കാണ്ട് ഇപ്പോൾ ഇവിടെ പറഞ്ഞ് അല്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ബാക്കി പണി അടുത്ത എംപ്ലോയി അങ്ങനെ ചെയ്യുന്ന ഒരു ഓട്ടോ ചെക്ക് സിസ്റ്റമാണ് ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഡിഫറൻസ് പറയാൻ എളുപ്പമല്ലേ. ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ദ ഹോൾ സിസ്റ്റം ഓഫ് കൺട്രോൾ. ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുക സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് കൺട്രോൾ. ഒരു അക്കൗണ്ടിങ് കൺട്രോളിൻ്റെ സിസ്റ്റം മാത്രമാണ് ഇൻറ്റേർണൽ ചെക്ക്. എ സിസ്റ്റം ഓഫ്, രണ്ടാമത്തെ പോയിൻ്റ്, എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. ഇത് അക്കൗണ്ടിങ് കൺട്രോൾ മാത്രമല്ല അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഇതിൽ വരും. മൊത്തം കൺട്രോൾ സിസ്റ്റമാണ് ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ ചെക്കോ എ സിസ്റ്റം ബൈ വിച്ച് ദ വർക്ക് ഓഫ് എംപ്ലോയി ഈസ് ചെക്ക്ഡ് ബൈ അനദർ. ഒരു എംപ്ലോയിൻ്റെ വർക്ക് മറ്റൊരു എംപ്ലോയി ചെക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയാം. ഇൻക്ലൂഡ്സ്, നമ്പർ 3 ഇൻക്ലൂഡ്സ് ഇൻറ്റേർണൽ ചെക്ക്. ഇൻറ്റേർണൽ കൺട്രോളിൽ ഇൻറ്റേർണൽ ചെക്കും കൂടി ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇൻറ്റേർണൽ ചെക്ക്. മറ്റേത് എ പാർട്ട് ഓഫ് ഇൻറ്റേർണൽ കൺട്രോളാണ്. ലാസ്റ്റ് പോയിൻറ്റ്, മെയിൻ ഒബ്ജക്റ്റ് ടു എൻഷുർ എഫിഷ്യൻസി ഓഫ് ദ ഓർഗനൈസേഷൻ. ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ മെയിൻ ലക്ഷ്യം എന്താണ്, ഒബ്ജക്റ്റീവ് എന്താണ്, ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസിയാണ്. എന്നാൽ ഇൻറ്റേർണൽ ചെക്കിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻറ്റേർണൽ ചെക്ക്. ഇൻറ്റേർണൽ ചെക്കിൻ്റെ ഒരു വർക്കിൻ്റെ ബാക്കി പണി മറ്റൊരു വർക്കർ ചെയ്യുന്ന, അതിൻ്റെ ബാക്കി പണി മറ്റൊരു വർക്കർ ചെയ്യുന്ന ആ ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റത്തിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് ഈസിലി വർക്കബിൾ. സിമ്പിളായിരിക്കണം, പെട്ടെന്ന് വർക്കബിളായ ഫീസിബിളായ ഒരു കാര്യമായിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ബി ടു എക്സ്പെൻസീവ്. എംപ്ലോയീസ് ഷുഡ് ബി പ്രോപ്പർലി ട്രെയിൻഡ്. അധികം എക്സ്പെൻസീവ് ആവരുത്. ഇപ്പോൾ എംപ്ലോയീസിന് അതിന് നല്ല ട്രെയിനിങ് കൊടുത്തിരിക്കണം. പ്രോപ്പർ ഡിവിഷൻ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇത് നല്ല രീതിയിൽ ഈ മൊത്തം ഒരു വർക്കിനെ ഡിവൈഡ് നല്ല രീതിയിൽ ചെയ്താലേ ഇത് നന്നായി വർക്ക് ചെയ്യുള്ളൂ. അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഒക്കെ പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഡിവിഷൻ ഓഫ് വർക്ക് ഷുഡ് ബി ബേസ്ഡ് ഓൺ ക്വാളിഫിക്കേഷൻ. ക്വാളിഫിക്കേഷൻ്റെ ബേസിൽ വേണം ഇത് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ. ദർ ഷുഡ് ബി നോ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്. ഡ്യൂപ്ലിക്കേഷൻ വരരുത്. അതായത് ഒരാൾ ചെയ്ത വർക്ക് തന്നെ മറ്റാൾ വീണ്ടും ചെയ്യേണ്ട അവസ്ഥ വരരുത്. നോ സിംഗിൾ ഇൻഡിവിജ്വൽ ഈസ് അലൗഡ് ടു ഡു എ വർക്ക് ഫ്രം ബിഗിനിങ് ടു എൻഡ്. അല്ല, അതാദ്യം പറഞ്ഞു അല്ലേ, ബിഗിനിങ് മുതൽ എൻഡ് വരെ ഒരു വർക്ക് ഫുള്ള് ഒരാൾ തന്നെ ചെയ്യുന്ന രീതിയിൽ ആയിരിക്കരുത്. ദർ ഷുഡ് ബി ഫ്രീക്വൻറ്റ് റൊട്ടേഷൻ ഓഫ് എംപ്ലോയീസ് ഫ്രം വൺ ജോബ് ടു അനദർ. അതേപോലെ തന്നെ ഒരേ പോസ്റ്റിൽ ഒരു സ്റ്റാഫിനെ കുറേ കാലം ഇരുത്തരുത്. അപ്പോൾ അയാൾ അവിടുത്തെ കള്ളത്തരങ്ങളൊക്കെ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ പഠിച്ച് വെച്ച് കളയും അല്ലേ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് റൊട്ടേഷൻ കൊടുക്കണം. അപ്പം ഒരാൾ ചെയ്തിട്ട് വേറൊരാൾ വരാനുള്ളതാണ് ഈ പോസ്റ്റിലേക്ക് എന്ന് പറയുമ്പോൾ അവിടെ വൃത്തിയിൽ കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്ത് വെക്കും അല്ലേ. ഞാൻ പോയി കഴിഞ്ഞാൽ അടുത്ത മാസം വേറൊരാൾ വരാനുള്ളതാണെന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. ലേബർ സേവിങ് ഇലക്ട്രോണിക് ഡിവൈസസ് ഷുഡ് ബി യൂസ് ടു മിനിമൈസ് ക്ലറിക്കൽ എറേഴ്സ് കുറക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ ഉപയോഗിക്കണം. ലേബർ സേവിങ് ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറഞ്ഞാൽ വർക്ക് കുറക്കാനുള്ള തരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസസ്. ക്യാഷ് അക്കൗണ്ടിങ് റെക്കോർഡ് ഷുഡ് നോട്ട് ബി മെയ്ഡ് ബൈ ദോസ് ഡീലിംഗ് വിത്ത് ക്യാഷ്. ക്യാഷ് അക്കൗണ്ടിങ്ങിൻ്റെ റെക്കോർഡ്സ് ആരുണ്ടാക്കുന്ന രീതിയിലാവരുത്. ആരാണ് ക്യാഷുമായിട്ട് ഡീൽ ചെയ്യുന്നത് അവർ തന്നെ ഇതിൻ്റെ റെക്കോർഡ്സും കീപ്പ് ചെയ്യുന്ന തരത്തിലാവരുത്. അപ്പോൾ ഫ്രോഡ് ചെയ്യാൻ എളുപ്പമാവും. There should be proper system of filing vouchers, correspondence, documents, etc. വൗച്ചേഴ്സും ബിൽസും അതിൻ്റെ പേപ്പേഴ്സും ഒക്കെ സൂക്ഷിച്ചു വെക്കാൻ ഒരു പ്രോപ്പർ സിസ്റ്റം ഉണ്ടായിരിക്കണം. ക്യാഷ് റിസീപ്റ്റ് ഷുഡ് ബി ഡെയിലി ഡെപ്പോസിറ്റഡ് വിത്ത് ബാങ്ക്. ക്യാഷ് റിസീപ്റ്റ്സ് അപ്പം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ടു റീകൺസൈൽ ബാങ്ക് ആൻഡ് ക്യാഷ് ബാലൻസ്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യണം.
there should be a system of perpetual inventory control for stock. സ്റ്റോക്കിന് ഒരു പ്രോപ്പർ ഇൻവെൻട്രി കൺട്രോൾ സിസ്റ്റം ഉണ്ടായിരിക്കണം. ആനുവൽ സ്റ്റോക്ക് ടേക്കിംഗ് മസ്റ്റ് ബി ഡൺ. വർഷം സ്റ്റോക്ക് ടേക്കിംഗ് എടുക്കണം. ബഡ്ജറ്ററി കൺട്രോൾ ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ്. ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം മസ്റ്റ് ബി ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം മാറ്റാൻ പറ്റുന്നതായിരിക്കണം. നോ എംപ്ലോയി ഷുഡ് ബി റിലൈഡ് അപ്പോൺ ടു മച്ച്. ഒരു എംപ്ലോയിനെയും പൂർണ്ണമായി വിശ്വസിക്കുന്ന രീതിയിലുള്ള സിസ്റ്റം ആക്കരുത് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം. ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് ഇതും പറഞ്ഞു തന്നെയാണ്, വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, വായിച്ചാൽ മതി. ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ ഹൈ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ ആണ്, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് ആൻഡ് ഇൻക്രീസ് വർക്ക് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് വീണ്ടും ചെയ്ത് തന്നെ വേറെ ഒരാൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നേക്കാം. വർക്ക് ലോഡ് കൂടിയേക്കാം. നോട്ട് ഫുള്ളി സക്സസ്ഫുൾ ആവണം എന്നില്ല. എറേഴ്സ് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ബോറടിക്കാനും എംപ്ലോയീസിന് ശ്രദ്ധ കുറവുണ്ടാവാനും ഒക്കെ സാധ്യതയുണ്ട്. ഒരേ വർക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബോറടിക്കാനും ശ്രദ്ധ കുറവുണ്ടാവാനും ഒക്കെ സാധ്യതയുണ്ട്. ഇഫ് ദ സിസ്റ്റം ഈസ് നോട്ട് എഫിഷ്യൻറ്റ് ഇറ്റ് ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് ഓഡിറ്റർ. സിസ്റ്റം ഒരു എഫിഷ്യൻറ്റ് സിസ്റ്റം അല്ല ഇൻറ്റേർണൽ ചെക്കിൽ വെച്ചെന്നുണ്ടെങ്കിൽ ഓഡിറ്ററിൻ്റെ റിസ്ക് പണി കുറയല്ല ചെയ്യുന്നത്, റിസ്ക് കൂടുകയാണ് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഭാഗമാണ് ഇൻറ്റേർണൽ ചെക്കും ഇൻറ്റേർണൽ ഓഡിറ്റും എന്നും പറഞ്ഞു അല്ലേ. ഇൻറ്റേർണൽ ചെക്ക് എന്താണെന്ന് പറഞ്ഞു, ഓട്ടോ ചെക്കിംഗ് സിസ്റ്റമാണ്. ഒരു വർക്ക് കുറേ എംപ്ലോയീസ് പകുതിയായിട്ട് ചെയ്യുക. അതേപോലെ ഇൻറ്റേർണൽ ഓഡിറ്റ് എന്താണെന്ന് നോക്കാം. ഇൻറ്റേർണൽ ഓഡിറ്റ് is an independent review of the operation of the business and the books of accounts by specialized and independent staff employed by the organization. അതായത് ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ചെക്കിൻ്റെ പോലെയല്ല. ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഓഡിറ്റർ പുറത്തുനിന്ന് വരില്ല, അവിടെ നിന്ന് തന്നെ ഓട്ടോ ഓഡിറ്റിംഗ് നടക്കല്ലേ. ഇത് ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ എന്താണ്, ആ കമ്പനീൻ്റെ ഉള്ളിലത്തെ ഒരു സ്റ്റാഫ് തന്നെ ഒരു ഓഡിറ്ററായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേറെ ഉള്ളവർ ചെയ്ത് വർക്ക് ശരിയാണോ നോക്കുന്ന ഓഡിറ്റിങ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനാണ് ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇതുവരെ ഈ വർക്ക് ചെയ്ത് ഇപ്പോൾ അക്കൗണ്ട്സ് കീപ്പ് ചെയ്ത ആളുകളല്ല ഓഡിറ്ററായിട്ട് വരുന്നത്, വേറെ തന്നെ